നമസ്കാരം. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം തൊഴുവങ്കോട് മഞ്ചാടിമൂട് ജംഗ്ഷൻ സമീപമാണ്. മഞ്ചാടിമൂട് മെയിൻ റോഡിൽ നിന്ന് 250 മീറ്റർ മാറി 8 സെന്റിലായിട്ട് 2250 സ്ക്വയർ ഫീറ്റോടുള്ള ഒരു വീടാണ് നമുക്കത് വിൽപ്പനയ്ക്കുള്ളത്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ സിറ്റിക്കുള്ളിൽ അത്യാവശ്യം കൃഷി സ്ഥലവും അതുപോലെ തന്നെ ഒരു അത്യാവശ്യത്തിൽ പഴക്കമുള്ള ഒരു വീടൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിഡൻഷ്യൽ നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലേക്ക് കാർ പാർക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. ആ സൈഡിലേക്ക് നമുക്ക് ചെറിയ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ സൈഡിലേക്ക് കാർ പോർച്ചിനകത്ത് 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് നല്ല വൈഡ് ആയിട്ടുള്ള കാർ പോർച്ചാണ് കൊടുത്തിട്ടുള്ളത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള കൺഫ്യൂഷൻ വേണ്ട. അത് ഈ സൈഡിൽ കാണുന്ന കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്താൽ വാഹന സൗകര്യത്തിന് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിനകത്ത് 2-3 പ്ലാവ്, അത്യാവശ്യം കൃഷി സ്ഥലമൊക്കെ ആയിട്ട് ബാക്കിലും ഫ്രണ്ടിലുമായിട്ടൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ വീടിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ പാറ്റേൺ വന്നിരിക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഞാൻ പറഞ്ഞ മെയിൻ റോഡിൽ നിന്ന് വരുന്ന വഴികളൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കൺജസ്റ്റ് ആയിട്ടുള്ള വഴിയല്ല, അത്യാവശ്യം നല്ല വീതിയുള്ള വഴി കൂടിയാണ് ഈ വീട്ടിലേക്ക് വരാനുള്ള ഒരു വഴിയുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റും കരിങ്കല്ലും അതുപോലെ തന്നെ ചുടുകല്ലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു നിർമ്മിതി ടൈപ്പ് വീടാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ എന്നാൽ ആ ടൈപ്പിൽ നിന്ന് വേറെ വ്യത്യസ്തമായ ഒരു വീട് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അകത്ത് കംപ്ലീറ്റ് നമുക്ക് കയറുമ്പോൾ അറിയാം നല്ല പ്ലാസ്റ്ററിങ് ആയിട്ട് പറ്റും. പക്ഷേ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്ന രീതിയിലേക്കാണ് ഈ വീടിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. കരിങ്കല്ല് നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ടും മുകൾ ഭാഗം വരെയും കംപ്ലീറ്റ് ആയിട്ട് രണ്ട് സൈഡിലായിട്ടും കരിങ്കല്ലിൻ്റെ ഒരു പർദീസാണ് തീർത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു എഞ്ചിനീയറിംഗ് സിസ്റ്റമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പ്രോപ്പർട്ടി കുറച്ച് നാളായി ഓണർ വിദേശത്തായതുകൊണ്ട് തന്നെ കുറച്ച് നാളായിട്ട് അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ എടുക്കുന്നവർക്ക് ഒരു പെയിന്റിങ്ങിന്റെയും ചെറിയ ചെറിയ മെയിൻ്റനൻസ് വർക്കിന്റെയും ഒക്കെ ആവശ്യകത ഉണ്ട്. അകത്തേക്ക് കയറുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇരിക്കാനായിട്ടുള്ള ഒരു പാറ്റേൺ ആയി കൊടുത്തിട്ടുണ്ട്. അതിലും നല്ല ഒരു ബ്ലാക്കും വൈറ്റും ടൈൽ പാറ്റേൺ കൊടുത്തിട്ടുള്ളത്. അകത്തേക്ക് കയറുമ്പോൾ ഡോറ് കംപ്ലീറ്റും തേക്കുന്നില്ലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ആർക്കിടെക്ട് മോഡൽ ഡിസൈൻ ആണ് ഇതിനകത്ത് അകത്തേക്ക് ഇന്ത്യയിൽ കയറുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അകത്തേക്ക് കയറുമ്പോൾ നല്ലൊരു ലിവിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് റിനോവേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഇന്ത്യൻ ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മനോഹരമായ വ്യത്യസ്തമായ ഒരുപാട് രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഇന്നത്തെ പുതിയ വീടുകളെ പോലും വിസ്മരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. ഇവിടെ ഒരു കോട്ടയേഡ് പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഈ വാൾ കംപ്ലീറ്റ് നല്ല ഒന്നാം തരം കരിങ്കല്ലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആന വന്നിടിച്ചാലും താഴെ വീടില്ല, അങ്ങനെ ഒരു ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു വീട് കൂടിയാണ് ഈ വീട്. ഇവിടെ ഡൈനിങ് സ്പേസ് നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിലേക്കാണ് ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. അവിടെ നമുക്കൊരു വാഷ് ബേസിൻ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ അവിടെ കൂടി ആ സൈഡിലേക്കൊക്കെ കുറച്ചുകൂടി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറെ കൂടി നമുക്ക് സൗകര്യപ്രദമായ രീതിയിലേക്ക് യൂസേജ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താഴത്തെ ഫ്ലോറിൽ 1 ബെഡ്റൂം, മുകളിലത്തെ ഫ്ലോർ 2 ബെഡ്റൂമായിട്ടാണ് ഈ വീടിന്റെ ഒരു കൺസ്ട്രക്ഷൻ വരുന്നത്. താഴത്തെ ഫ്ലോറിന്റെ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയിൽ വർക്കൊന്നും ചെയ്തിട്ടില്ല, നോർമൽ ടൈപ്പിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂം കൂടി കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലേക്ക് ഫസ്റ്റ് ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ബാത്റൂം സൈസ് ആയാലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂം സൈസാണ്. ഈ സൈഡിലെ ഈ പോർഷൻ നമുക്ക് ഡ്രസ്സിംഗ് റൂമായിട്ടൊക്കെ കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് കൂടിയിട്ടുള്ള ഒരു വീടാണ് ഈ വീട്. കിച്ചണിലേക്ക് കയറുമ്പോൾ നമുക്ക് ഈ സൈഡിലേക്ക് ഒരു കോമൺ ടോയ്ലറ്റിന്റെ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചണിലേക്ക് കയറുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കിച്ചണാണ് കേട്ടോ. നല്ല വലിപ്പമുള്ള കിച്ചൺ. സ്റ്റോറേജ് സ്പേസിൽ അധികമായിട്ടും ചെയ്തിട്ടില്ല, എന്നാലും അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ബോർഡിലാണ്, കബോർഡിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിനെ റിനോവേഷൻ ചെയ്യാവുന്ന ഈ സൈഡിലൊക്കെ ഒരുപാട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള സ്പേസ്, അകത്തേക്ക് നല്ല സ്ഥല സൗകര്യം ഉള്ളത് കൊണ്ട് നമുക്ക് ഏത് രീതിയിൽ ഇതിനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് തുണി അലക്കാനുള്ള കല്ല് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് വർക്ക് ഏരിയ ഇറക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതുപോലെ ധാരാളം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് കൃഷി ചെയ്യാനുള്ള സ്പേസ് ഒക്കെ തന്നെ ഈ ബാക്ക് സൈഡിലേക്കും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ നല്ലൊരു ഏരിയ കൂടിയാണ് ഈ ഏരിയ. മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് ഞാൻ പറഞ്ഞു. മുകളിലേക്ക് കയറുമ്പോൾ സ്റ്റെയർ കേഴ്സിന്റെ ഫ്ലോർ കംപ്ലീറ്റും ഒരു ബ്ലാക്കും അതുപോലെ തന്നെ വൈറ്റും പാറ്റേൺ ടൈൽ പാറ്റേൺ കൊടുത്തിട്ടുള്ളത്. ഹാൻഡിൽ കംപ്ലീറ്റ് മെറ്റലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്റ്റെയർ കേഴ്സ് കയറി വരുമ്പോൾ തന്നെ ഈ സൈഡിലേക്ക് ഒരു നല്ലൊരു ബാൽക്കണി ഏരിയ ഉണ്ട് കേട്ടോ. അത് അടിപൊളി ഒരു ബാൽക്കണി ഏരിയയാണ്. ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് റെസിഡൻഷ്യൽ ഏരിയയുടെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ പറയാം. മുകളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു വൈഡ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയയാണ് വരുന്നത്. ഞാൻ പറഞ്ഞൊരു ആർക്കിടെക്ട് മോഡലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കയറി വന്നിട്ട് ഇവിടെ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയാണ് ഇവിടെ നമുക്ക് ലിവിങ് സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ്. ഇവിടെ നമുക്കൊരു വാതിലിട്ടാണ് അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഹോളായിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒരുപാട് ഒരു ഫെസിലിറ്റി ഇതിനകത്തുണ്ട്. നമുക്ക് ആ മുകളിൽ നിന്നും ആ താഴത്തെ ഫ്ലോറിൽ നിന്ന് മുകളിലേക്ക് വരുന്ന വോളൊക്കെ കണ്ടില്ല, ആ ഒരു കരിങ്കല്ലിന്റെ ഭിത്തി 2ാമത്തെ നില വരെയും ഫുള്ളായിട്ടും കരിങ്കല്ലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അകത്ത് ഇന്റീരിയൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതാണ് നമ്മുടെ താഴത്തെ ഹോൾ ഏരിയ എന്ന് പറഞ്ഞാൽ. അതൊക്കെ പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുകൊണ്ട് തന്നെ വളരെ മനോഹരമായ രീതിയിലേക്ക്
ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ റെന്റ് ഔട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എടുക്കാൻ കഴിയും. ഇവിടെയൊക്കെ നല്ല രീതിയിൽ റെന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഈ പ്രോപ്പർട്ടി. മുകളിലത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറുമ്പം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസാണ്. ബെഡ്റൂം സൈസിലൊന്നും അവർ കൺജസ്റ്റ് ആയിട്ടുള്ള ബെഡ്റൂം സൈസാണ്, അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ബെഡ്റൂം സൈസാണ് ഉള്ളത്. ഇന്റീരിയർ വർക്കൊന്നും ചെയ്തിട്ടില്ല. ഇന്റീരിയർ വർക്കൊക്കെ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്യാൻ ആഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മുകളിലത്തെ പോലെ ഫസ്റ്റ് ബെഡ്റൂമിലെ ഫസ്റ്റ് ബാത്റൂമിൽ കയറി ബാത്റൂം സൈസ് ആയാലും അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ബാത്റൂം സൈസാണ്. ടൈൽ പാറ്റേണൊക്കെ പഴയ ഒരു മോഡലാണെന്നേ ഉള്ളൂ. ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പൊ റെന്റ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വേണ്ട, അത്യാവശ്യം റെന്റ് കൊടുക്കാനുള്ള കണ്ടീഷൻസിലായാണ് ഈ വീട് ഇപ്പോൾ നിലവിലുള്ളത്. ഒരുപാട് പെയിന്റ് അടിക്കേണ്ട ആവശ്യമില്ല ഉള്ളത്. മുകളിലത്തെ ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴും അത് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കബോർഡ്സ് ഒന്നും ചെയ്തിട്ടില്ല, അതൊക്കെ നമുക്ക് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. നമുക്ക് ഇവിടെ ഇന്ത്യയിൽ ഇത് അധികം യൂസ് ചെയ്തിട്ടില്ലാത്തൊരു വീട് കൂടിയാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഒരുപാട് ഇതൊന്നുമില്ല, ഓണർ നിലവിലൂടെ ഇല്ലാത്തത് കൊണ്ടാണ് ഈ പ്രോപ്പർട്ടി കൊടുക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടെയാണ് ആ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ബാത്റൂം സൈസൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂം സൈസിലാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മുകളിലത്തെ ഫ്ലോറിലേക്ക് കയറി വരുന്നിടത്തുള്ള ഒരു ബാൽക്കണി ഏരിയ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു ബാൽക്കണി ഏരിയ ആണ് കേട്ടോ. നമുക്ക് എൽ മോഡലിലേക്ക് നല്ല വൈഡ് ആയിട്ട് കിടക്കുന്ന ഒരു ബാൽക്കണി ഏരിയയാണ്. അവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് കയറി പോകാനുള്ള സ്റ്റെയർ കേഴ്സും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഈ റെസിഡൻഷ്യൽ ഏരിയയുടെ എല്ലാ പർപ്പസുകളും തന്നെ കാണാൻ സാധിക്കും. മുകളിലത്തെ ഫ്ലോറിൽ നമുക്ക് ആ ബാൽക്കണി ഏരിയ നിൽക്കുമ്പോൾ തന്നെ ഇവിടുത്തെ കൃഷി സ്ഥലങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇതിനകത്ത് കോർപ്പറേഷൻ വാട്ടറും കിണർ രണ്ട് വാട്ടർ കണക്ഷൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് താഴേക്ക് നോക്കുന്ന നല്ല കിണറിൻ്റെ ഫെസിലിറ്റി ഉണ്ട്. മോട്ടറെല്ലാം ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഈ സൈഡിലേക്ക് ധാരാളം വാഴകളൊക്കെ വെച്ച് അതുപോലെ തന്നെ അത്യാവശ്യം വീട്ടിൽ വേണ്ട പച്ചക്കറികളൊക്കെ നടുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ കേട്ടോ. സിറ്റിക്കുള്ളിൽ ഒരു കാം ആൻഡ് ക്വയറ്റ് ഏരിയയൊക്കെ നിങ്ങൾക്ക് പ്രിഫറൻസ് ആയിട്ട് നോക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് വന്ന് നമുക്ക് വീട് കണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. വീഡിയോ കാണുന്നതെല്ലാം തന്നെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന വീഡിയോ ശ്രമിക്കുമെങ്കിലേ എല്ലാ ദിവസവും നമ്മുടെ സിറ്റിക്കുള്ളിൽ ട്രിവാൻഡ്രം സിറ്റിക്കുള്ളിൽ വ്യത്യസ്തമായ ഒരുപാട് വീഡിയോകൾ നമ്മൾ ഡെയിലി ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രമാണ് നിങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞു മഞ്ചാടിമൂട് തൊടുവങ്കോട് മെയിൻ റോഡിൽ നിന്നും ഏകദേശം 280 മീറ്റർ താഴെയാണ് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 8 സെന്റ് 2400 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂം പൂർണ്ണമായും ചുടുകല്ലിലും കരിങ്കല്ലും നിർമ്മിച്ചുള്ള ബിൽഡ് കോട്ടിലായിട്ട് യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത നല്ലൊരു വാല്യുബിൾ പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 1,35,00,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക.